നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ്. PSCയുടെ എല്ലാ പരീക്ഷകളിലും തന്നെ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ചും വനിതാ കമ്മീഷനെക്കുറിച്ചും വിവരാവകാശ കമ്മീഷനെക്കുറിച്ചും ഒക്കെയുള്ള ചോദ്യങ്ങൾ നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നത് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടാൻ നമ്മളെ സഹായിക്കും. ആഗോളതലത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം ഐക്യരാഷ്ട്ര സംഘടന നടത്തുന്നത് 1948 ഡിസംബർ 10-നാണ്. അതുകൊണ്ട് തന്നെയാണ് ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങുന്നത് 1950-ലാണ്. മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച പ്രശസ്തയായ ഒരു വനിതയുണ്ട്. ആ വനിതയുടെ പേരാണ് എലിനോർ റൂസ്വെൽറ്റ്. അപ്പോൾ എലിനോർ റൂസ്വെൽറ്റ് എന്ന പേര് നമ്മൾ എവിടെയെങ്കിലും കേൾക്കുമ്പോൾ മനുഷ്യാവകാശ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വനിതയാണെന്ന് ഓർക്കുക. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ ഒരു ആമുഖവും 30 വകുപ്പുകളുമാണുള്ളത്. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. മനുഷ്യാവകാശ പ്രഖ്യാപനം യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സംഘടന നടത്തുന്നത് 1948 ഡിസംബർ 10-നാണ്. അതുകൊണ്ടാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത്. ദേശീയ തലത്തിൽ മനുഷ്യാവകാശ സ്ഥാപനങ്ങൾ ഓരോ രാജ്യത്തിനും അതിൻ്റേതായ രീതിയിൽ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കായി ഒരു സ്ഥാപനം വേണമെന്ന ആശയം ഉടലെടുക്കുന്നത് 1991 പാരീസ് സമ്മേളനത്തിലാണ്. അപ്പോൾ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കാൻ കാരണമായ സമ്മേളനം അഥവാ ഉടമ്പടി ഏതാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 1991 പാരീസ് സമ്മേളനമാണെന്ന് നമുക്ക് സംശയമില്ലാതെ പറയാം. അപ്പോൾ 1991 പാരീസ് സമ്മേളനത്തിന് ശേഷം ദേശീയ മനുഷ്യാവകാശ നിയമം ഇന്ത്യയിൽ രൂപീകരിക്കുന്നു. അത് 1993 സെപ്റ്റംബർ 28-നാണ്. ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത് എന്നാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം 1993 സെപ്റ്റംബർ 28. ഈ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്നാണ് രൂപീകരിച്ചത് 1993 ഒക്ടോബർ 12-നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അതുപോലെ തന്നെ ക്വാസി ജുഡീഷ്യൽ ബോഡി കൂടിയാണ്. എന്താണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത്. ഇനി മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഘടനയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ 13 മെമ്പേഴ്സാണുള്ളത്. 6 പേര് സ്ഥിരാംഗങ്ങളും 7 പേര് എക്സ് ഒഫീഷ്യോ അംഗങ്ങളുമാണ്. ഈ 6 അംഗങ്ങളിൽ ഒരു അധ്യക്ഷനുണ്ടാവും. അധ്യക്ഷൻ്റെ യോഗ്യതയും മറ്റംഗങ്ങളുടെ യോഗ്യതയെക്കുറിച്ച് നമുക്ക് നോക്കാം. അധ്യക്ഷൻ എന്ന് പറയുന്ന വ്യക്തി ഒന്നുകിൽ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസായി റിട്ടയർ ചെയ്ത വ്യക്തിയോ അല്ലെങ്കിൽ സുപ്രീം കോടതിയിലെ ജഡ്ജിയായി റിട്ടയർ ചെയ്ത വ്യക്തിയോ ആയിരിക്കണം. ഒന്നാമത്തെ അധ്യക്ഷൻ്റെ യോഗ്യതയാണ് പറയുന്നത്. രണ്ടാമത്തെ മെമ്പറിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് സുപ്രീം കോടതി ജഡ്ജിയോ അല്ലെങ്കിൽ റിട്ടയേർഡ് സുപ്രീം കോടതി ജഡ്ജിയോ ആയിരിക്കണം. മൂന്നാമത്തെ മെമ്പർ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ അല്ലെങ്കിൽ റിട്ടയേർഡ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ആയിരിക്കണം. ഇവരെ കൂടാതെ 3 പേരുണ്ട്. ആ 3 പേർ ഈ മേഖലയിൽ നല്ല പ്രാവീണ്യമുള്ള ആളുകളായിരിക്കണം. പിന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളെക്കുറിച്ച് പറഞ്ഞു 7 പേർ. ഈ 7 പേർ പട്ടികജാതി വകുപ്പ്, പട്ടികജാതി കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, വനിതാ കമ്മീഷൻ, ന്യൂനപക്ഷ കമ്മീഷൻ, അതുപോലെ തന്നെ പിന്നോക്ക വിഭാഗ കമ്മീഷൻ, അതുപോലെ ബാലാവകാശ കമ്മീഷൻ, അംഗപരിമിതരുടെ ഹൈ കമ്മീഷൻ, ഈ കമ്മീഷനിലൊക്കെ ഉൾപ്പെടുന്ന അധ്യക്ഷന്മാരായി അടങ്ങുന്നതായിരിക്കും എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. ആസ്ഥാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആസ്ഥാനം മാനവാധികാർ ഭവനാണ്, ന്യൂഡൽഹി. ഇനി അംഗങ്ങളുടെ കാലാവധി എത്രയാണ്? ഇത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്
ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ഇനി അവർ ഈ അംഗങ്ങൾ അപ്പോയിൻമെൻറ്റ് ചെയ്യപ്പെടാൻ യോഗ്യരാണോ എന്നതാണ് ചോദ്യം. തീർച്ചയായും മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ റീഅപ്പോയിൻറ്റ് ചെയ്യപ്പെടാൻ യോഗ്യരാണ്. അതുപോലെ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് ഒരു ചെയർമാൻ അടങ്ങുന്ന സംഘമാണ്. ചെയർമാൻ അതായത് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള ഒരു സമിതിയാണ് ഈ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഫസ്റ്റ് ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ് മിശ്രയാണ്. അത് മിക്കവാറും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. മലയാളിയായ ആദ്യ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ആദ്യത്തെ മലയാളി മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ജസ്റ്റിസ് KG ബാലകൃഷ്ണൻ. അവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഫാത്തിമ ബീവിയാണ്. ഫാത്തിമ ബീവിയുടെ ജീവചരിത്രം എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. നീതിയുടെ ധീരസഞ്ചാരം. അപ്പോൾ ഇപ്പോഴത്തെ ചെയർമാൻ ആരാന്നുള്ളത് കമൻറ്റ് ചെയ്യുക.